ഞാൻ സുദേവൻ, CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം, പൊതുപ്രവർത്തന രംഗത്ത് ഏറെക്കാലമായി നിൽക്കുന്ന ആളാണ്. ഇന്ന് നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്തായി ഈ ലഹരി മാറിയിരിക്കുകയാണ്. ഇനി അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെ ഇതിനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. ഒരു പരിധിവരെ നമ്മൾ ഓരോരുത്തരും ഈ വിപത്തിന് ഉത്തരവാദികളാണെന്നാണ് എൻ്റെ അഭിപ്രായം. പലപ്പോഴും പലരും എന്ത് കണ്ടാലും കണ്ടില്ല എന്ന മട്ടിൽ കണ്ണടച്ച് വീട്ടിൽ പോണതാണ് ഇതിനെല്ലാം കാരണം. പൊതുപ്രവർത്തകർക്കടക്കം, പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രവർത്തകർക്കടക്കം ഇത് നിയന്ത്രിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളിടത്താണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്. ഞാൻ വിശ്വസിക്കുന്നു, ഞാനടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി, അതിന് വിദ്യാർത്ഥി സംഘടന, യുവജന സംഘടന, മറ്റ് നിരവധി സംഘടനകളുണ്ട്. അപ്പോൾ അതിലെല്ലാം ആളുകൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭരണഘടനയോടൊപ്പം ഈ വിപത്തിനെതിരെ ഞാൻ ലഹരി ഉപയോഗിക്കില്ലെന്നും ലഹരി ആരെങ്കിലും ഉപയോഗിക്കുന്ന കണ്ടാൽ ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്നും പ്രതിജ്ഞ എടുപ്പിക്കുവാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവണം. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നൊരു വ്യത്യാസമില്ല ഇതിന്. മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടുന്നതുമായ ചെറുപ്പക്കാർ പലരും, അത് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ വ്യാപകമായി ഇതിന് അടിമകളായിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ തുടക്കം ശരിക്കും സാധാരണക്കാരൻ്റെ ഇടയിലല്ല. വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള, MBBS-ഉം മറ്റുമെല്ലാം യോഗ്യതയുള്ള, വലിയ നിലവാരത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ളവരിൽ നിന്നാണ് ഇത് താഴോട്ട് വരുന്നതെന്നാണ് എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സാധാരണക്കാരൻ്റെ ഇടയിൽ നമുക്കൊക്കെ അറിയാം, പണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കള്ള് ഷാപ്പാണുള്ളത്. ആ കള്ള് നിരോധനം വന്നപ്പോഴാണ്, അല്ലെ ചാരായ നിരോധനം വന്നപ്പോഴാണ് വ്യാപകമായി ചെറുപ്പക്കാരടക്കം മദ്യപിക്കാൻ തുടങ്ങിയത്. അതുവരെ മുതിർന്ന ആളുകൾ കള്ള് ഷാപ്പിൽ പോവുകയും ചെറുപ്പക്കാരൊക്കെ വളരെ ഒഴിഞ്ഞോ തിരിഞ്ഞോ ഒക്കെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ചാരായ നിരോധനം വന്നപ്പോഴാണ് വ്യാപകമായ മദ്യപാനം. അപ്പൊ ചാരായ നിരോധനം കൊണ്ട് ഗുണമില്ല നമുക്കത് ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ ഈ മയക്കുമരുന്നുകൾ എങ്ങനെ നമ്മളെ സമൂഹത്തെ കാർന്നു തിന്നുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കുറച്ചു കൊണ്ടുവരുവാൻ, അതിൽ നിന്ന് നമ്മുടെ ഈ ചെറുപ്പക്കാരെ, നമ്മുടെ ഈ സമൂഹത്തെ പിന്തിരിപ്പിക്കുവാനുള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ ഏറ്റെടുക്കണം. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഏത് ക്യാമ്പയിനോടുകൂടി ഏത് കമ്മിറ്റിയിലും ഒരു അജണ്ടയായി ഇതുകൂടി ഉൾപ്പെടുത്തണം. മറ്റൊന്ന്, ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി ജാഗ്രതയോടെ ഈ വിഷയത്തെ കാണണം. പലപ്പോഴും ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് എന്താ, ബിവറേജിന് മുന്നിലോ അല്ലെങ്കിൽ 200 മീറ്റർ മാറിയാ നിൽക്കും ഏതെങ്കിലും പാവപ്പെട്ടവൻ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് ഒരു ചെറുത് മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവനെ പിടിച്ച് പെറ്റിയടിക്കുന്ന സ്ഥിതിയാണ്. അതുപോലെ തന്നെ പലപ്പോഴും ഭാഗത്ത് നമ്മൾ പരിശോധിച്ചാൽ വളരെ അപൂർവമായി വലിയ സെറ്റുകളെ പിടിക്കുന്നുവെങ്കിലും നമ്മൾ കാണുന്ന വാർത്തയിലെല്ലാം 2 ഗ്രാം, 5 ഗ്രാം, 30 ഗ്രാം, 10 ഗ്രാം അടക്കമുള്ള ചെറിയ ചെറിയ ആളുകളെയാണ് പിടിക്കപ്പെടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ അർത്ഥം പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോലീസ് ജാമ്യത്തിൽ അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിപ്പോകാൻ കഴിയും. അപ്പോഴും ഇതിന്റെ ഉറവിടം മനസ്സിലാക്കി ഇത് കൊണ്ടുവരുന്ന എവിടെ നിന്നാണ്, ഇതാരാണ് ഇതെല്ലാം വിതരണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അവരെ കൂടി പൂട്ടുവാൻ നമുക്ക് കഴിയണം. നമ്മൾ പലപ്പോഴും ഇത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ ചെന്ന് പെട്ടുപോണ ചില ചെറുപ്പക്കാരെ, പിള്ളേർ സെറ്റിനെയാണ് പലപ്പോഴും നമ്മൾ ഇരയാക്കുന്നതും അവരെയാണ് അറസ്റ്റ് ചെയ്യുന്നതും അവർക്കെതിരെയാണ് നമ്മൾ നോട്ടമിടുന്നത്. എന്നാൽ ഇതിന്റെ ഉറവിടം കണ്ടെത്തുവാനും അത് തടയുവാനും ഉള്ളൊരു പ്രചരണവും ഒരു പ്രവർത്തനവും കൂടി ഗവൺമെന്റിന്റെ ഭാഗത്തായാലും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വലിയ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി ജാഗ്രതയോടെ ഇടപെട്ടാൽ, നമുക്കറിയാം നമ്മുടെ നാട്ടിലെ HIs ആയാലും പോലീസ് ആയാലും എല്ലാം അതിനെല്ലാം വളരെ മാതൃകയാണല്ലോ. ലോകത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്നവരാണ് കേരളത്തിലെ പോലീസും HIs-ഉം എല്ലാം. അപ്പൊ അവർ കുറച്ചുകൂടി ജാഗ്രതയോടെ പ്രവർത്തിച്ചാൽ ഇത് നമുക്ക് തടയാൻ കഴിയും, ഇതിന് കടിഞ്ഞാണിടാൻ കഴിയും. കൃത്യമായിട്ടും നമ്മുടെ നാടിനെ ഈ ലഹരി വിപത്തിൽ നിന്നും മോചിപ്പിക്കാൻ നമ്മൾ കൂട്ടായി പരിശ്രമിച്ചാൽ കഴിയുമെന്നുള്ള വലിയ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. കൃത്യമായും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കമ്മിറ്റികളും ക്യാമ്പയിനും എല്ലാം എടുക്കുമ്പോൾ
നല്ല ബോധവൽക്കരണം പൊതുജനങ്ങളുടെ കൊടുക്കേണ്ടതുണ്ട്. അവരുടെ അജണ്ടയിൽ ഒന്ന് കൃത്യമായി എഴുതി ചേർക്കേണ്ടത് ഉണ്ട്. മയക്കുമരുന്നിനെതിരെ പ്രതിജ്ഞ എടുക്കണം. മയക്കുമരുന്ന് ഞാൻ ഉപയോഗിക്കില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കണ്ടാൽ അതിനെതിരെ പ്രവർത്തിക്കും എന്ന് പ്രതിജ്ഞ എടുക്കുന്നവരായി ഓരോ പാർട്ടിക്കാരും മാറിക്കഴിഞ്ഞാൽ, ഓരോ പാർട്ടിയുടെയും പ്രത്യേകിച്ച് കേഡർ സ്വഭാവമുള്ള പാർട്ടിക്കാരൊരു തീരുമാനമെടുത്താൽ പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയും. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ രാഷ്ട്രീയ പാർട്ടി ഒരു തീരുമാനമെടുത്ത് കൃത്യതയോടെ താഴോട്ട് സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പാർട്ടി മെമ്പർമാർ ലഹരി ഉപയോഗിക്കുന്നു നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പാർട്ടി മെമ്പർമാർ ഒരു പ്രതിജ്ഞ എടുത്താൽ മതി, ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെ നമ്മൾ പോരാട്ടം സംഘടിപ്പിക്കും. നമ്മുടെ പാർട്ടിയിൽ ആരും ലഹരി ഉപയോഗിക്കുന്നവരെന്നുള്ള അഭിപ്രായം എനിക്കില്ല, ഉപയോഗിക്കാത്തവരും തന്നെയാണ്. പ്രത്യേകിച്ച് ഇത് കണക്കുള്ള മയക്കുമരുന്ന് അല്ലാതെ പൊതുവെ പലരും ചിലപ്പം ജോലിക്കാരും മറ്റും എന്തെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിലും മയക്കുമരുന്ന് അടക്കമുള്ള ലഹരി, നാടിന് ഏറ്റവും അപകടകരമായി നിൽക്കുന്ന മയക്കുമരുന്ന് പോലുള്ള ലഹരി ഉപയോഗിക്കാൻ പാടില്ലെന്നും അതിനെതിരെ പോരാട്ടം സംഘടിപ്പിക്കണമെന്നും ഉള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ നാടിന്റെ ഏറ്റവും വലിയ ആവശ്യമായ ഈ മയക്കുമരുന്നിനെതിരെ ഇങ്ങനൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്ന ഈ സാക്ഷി ടിവിയുടെ അണിയറ പ്രവർത്തകർക്കും അതുപോലൊപ്പം ഈ സാക്ഷി ടിവിയെ ശരിയാമെണ്ണം നോക്കിക്കാണുന്ന മുഴുവൻ ആളുകൾക്കും ഇതിനോടൊപ്പം സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എൻ്റെ നന്ദി കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്.